ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അങ്ങനെ ഇന്നത്തെ കുരുക്ഷേത്ര യാത്രയിൽ നമ്മളിപ്പോ ജ്യോതിഷ തീർത്ഥത്തിലാണ് വന്ന് നിൽക്കുന്നത്. എന്താണ് ജ്യോതിഷ തീർത്ഥം എന്ന് പറയുന്നത്? മഹാഭാരതത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ജ്യോതിഷ തീർത്ഥം. അതായത് നമ്മുടെ കൗരവസേനയും പാണ്ഡവസേനയും ധർമ്മയുദ്ധത്തിനായി മുഖാമുഖം വന്നു നിന്ന സ്ഥലം. അതിന്റെ മധ്യഭാഗമാണത്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അർജുനെ ധർമ്മസങ്കടപ്പെടുകയും സാക്ഷാത് ശ്രീകൃഷ്ണനോട് പരാതി പറയുകയും ചെയ്തു. ഭഗവാനെ, ഞാൻ എങ്ങനെയാണ് എന്റെ ബന്ധുക്കൾക്കെതിരെ ആയുധമെടുക്കുക? എങ്ങനെയാണ് ഞാൻ അവരെ വധിക്കുക? ആ ധർമ്മസങ്കടത്തിൽ നിന്നും അർജുനെ രക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തന്റെ വിരാട്ട രൂപം എടുത്ത് അർജുൻ ദർശനം നൽകിയ അല്ലെങ്കിൽ ഗീതോപദേശം നൽകിയ സ്ഥലമാണിത്. അതിനെ സ്മരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഈ ഒരു വലിയ സ്റ്റാച്ചു തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു ആൽമരം കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഐതിഹ്യം അറിഞ്ഞപ്പോൾ തന്നെ ആശ്ചര്യം വന്നുപോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ വിരാട്ട രൂപം അർജുനെ കാണിച്ചു കൊടുത്ത ആ സമയം നമ്മുടെ ഭൂമി തന്നെ ധന്യമായിട്ടുണ്ടായിരുന്നു. അർജുനൻ കൂടാതെ അന്ന് ഈ എല്ലാ ദൃശ്യത്തിനും സാക്ഷിയായ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പറയുന്നത് ഈ ഒരു മരം മാത്രമാണത്. എല്ലാ ഭക്തന്മാരും ഈ ഒരു ആൽമരത്തിനെയും കൂടി പ്രദക്ഷിണം വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ഐതിഹ്യ പ്രകാരം കഴിഞ്ഞ 5000 വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നു. മഹാഭാരത യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച മൂന്നാമത്തെ വ്യക്തിയാണ്. എല്ലാ മഹാഭാരത യുദ്ധ സാക്ഷ്യത്തിന് മൂന്നാമത്തെ വ്യക്തിയാണ് ഈ ഒരു ആൽമരം. കാരണം ഒന്നാമത്തെ ഭഗവാൻ സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെയാണെങ്കിൽ കൂടി, രണ്ടാമത്തെ ബാർബറിക്കാണ്, ഇപ്പോഴത്തെ കാട്ടുശ്യാം എന്ന് പറയും. മൂന്നാമത്തെ ഈ ഒരു ആൽമരമാണ്. 2 യുഗത്തിന് സാക്ഷ്യം വഹിച്ച ഈ ഒരു പുണ്യമരം ആൽമരം. അപ്പൊ എല്ലാവർക്കും കൂടി വരും അവസാനം കുരുക്ഷേത്ര വിസിറ്റ് ഈ പുണ്യഭൂമിയിലോട്ട് വന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏറ്റവും അവസാന വിസിറ്റ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് കുരുക്ഷേത്ര പാനറോമിക് സയന്റിഫിക് 3D ടെൻഡർ നമ്പറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും മഹാഭാരത യുദ്ധത്തിന്റെ ഒരു 3D വിഷ്വൽസ് ആണ് ഇതിന്റെ ഉള്ളിലോട്ടുള്ളത്. വളരെ മനോഹരമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്താണ് നമുക്ക് നേരിട്ട് ഉള്ളിലോട്ട് നിങ്ങൾ പരിചയപ്പെടും. അതിന് മുന്നേ ഇതിന് മുമ്പിൽ വേറൊരു സയന്റിഫിക് ആയിട്ട് എന്താ ഇതിന്റെ ഒരു മാജിക് ഉണ്ട്. മാജിക് നമുക്കൊന്ന് നേരിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നത് കുരുക്ഷേത്ര പാനറോമ സയൻസ് ടെക്നോളജിയുടെ അതിന്റെ ഉമ്മർത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു മാജിക് സ്റ്റോൺ ആണ്. കണ്ടില്ലേ, ഇത് 360 ഡിഗ്രി സംഭവം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഭാരമുള്ള സ്റ്റോൺ തന്നെയാണ്, മാർബിളിന്റെ. പക്ഷെ ഇവിടെ എന്ത് ടെക്നോളജിയാണെന്ന് അറിയുന്നില്ല. നമുക്ക് എങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും. കണ്ടില്ലേ, മേലോട്ട് തോട്ടിൽ എങ്ങനെ നമുക്ക് തിരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ വാട്ടറിന്റെ പ്രഷർ ടെക്നോളജി ആണോ ഇല്ലെന്ന് നമുക്ക് സംഭവം അറിയുന്നില്ല. എന്തോ ടെക്നോളജി ഇവിടെ എന്ത് സയൻസ് ഉപയോഗിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു നോളജ് കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ആ ചേംബറിന്റെ ഉൾഭാഗത്തിലൂടെ കടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിന്റെ ഒരു 3D വിഷ്വൽ എഫക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആ യുദ്ധ മൈതാനത്ത് ആ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ നമ്മൾ യഥാർത്ഥമായ യുദ്ധം നടന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു 3D വിഷ്വൽ. ശരിക്കും ഒരു 360 ഡിഗ്രിയിലാണ് ഇവിടെ അതിദൃശ്യ ഭംഗിയുള്ള 3D വിസ്മയം ഉണ്ടാക്കി.